ഹായ്. ഹായ്. അപ്പം എല്ലാവർക്കും പുതുവർഷത്തിലെ പുതിയ പുലരിയിലെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നും നമ്മൾ വന്നിരിക്കുന്നത് എന്താ കമന്റിന് മറുപടി ആയിട്ട്. കമന്റ് വായിക്കാൻ മാത്രമല്ല കമന്റിന് മറുപടി കൊടുക്കാനും കൂടിയായിട്ട് ആണ്. അപ്പോൾ ചിലപ്പോൾ ചിലർ ഇത് കേൾക്കുമ്പോൾ ഇങ്ങനെ വിചാരിക്കും, നിങ്ങൾക്ക് കമന്റിന് മറുപടി കൊടുക്കുക അല്ലാതെ വേറെ ഒരു പണിയും ഇല്ലേന്ന്. ഇല്ല സഹോദരങ്ങളെ, കാര്യം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, എന്നെയാണെങ്കിലും ഇവനെ ആണെങ്കിലും ആദ്യം ആൾക്കാർ കാണുമ്പോഴേക്കും പറയുന്നൊരു കാര്യം, നിങ്ങളുടെ വീഡിയോ ഞങ്ങൾ കാണാറുണ്ട് കേട്ടോ, പക്ഷെ എന്നല്ല നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവില്ലേ അങ്ങനെയാണെന്ന്. പക്ഷെ ഇങ്ങനെയാണ് ഞങ്ങളോട് പറയാറ്, നിങ്ങളുടെ വീഡിയോന്റെ കമന്റ് ഞങ്ങൾ കാണാറുണ്ടല്ലോ എന്നാണ് മെയിനായിട്ട് പറയാറ്. അല്ലാതെ നിങ്ങളുടെ വീഡിയോ ഞങ്ങൾ കാണാറുണ്ടല്ലോ എന്നുള്ള രീതിയിൽ അവരാരും സംസാരിക്കാറില്ല. അപ്പം ഞാനും എപ്പോഴും പറയും പോലെ, അപ്പം ഞങ്ങൾക്ക് ഞങ്ങളുടെ സൈഡിൽ നിന്ന് എന്താണ് നിങ്ങൾക്ക് മറുപടിയായിട്ട് ഞങ്ങൾ ഈ കമന്റ് കേൾക്കുമ്പം ഞങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ളത് നിങ്ങളേക്കും കൂടി ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം നമുക്ക് നേരെ കമന്റ് ബോക്സിലേക്ക് പോകാം. ആദ്യത്തെ കമന്റ് ഐശ്വര്യ രാജ്. പുതുവർഷം നല്ലതാവട്ടെ ജസ്ന, ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു ഐശ്വര്യ. ഐശ്വര്യക്കും അതേപോലെ തന്നെ പുതുവർഷം നല്ലൊരു വർഷമാവട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടെ. ഹാപ്പി ന്യൂ ഇയർ. കഴിഞ്ഞു. സജിന, സുഖാണോ ജസ്ന? ചേട്ടത്തിയാണോ? ചേട്ടത്തി അല്ല എന്നല്ല എനിക്കറിയാം. സജിന, എനിക്ക് സുഖമായിട്ടിരിക്കുന്നു, ഒരു കുഴപ്പമില്ല, പഠിച്ചാൻ സഹായിച്ചിട്ട്. പിന്നെ വരുന്നത് സജിന തന്നെ. ഹായ്. ഹായ് സജിന. ഉദയകുമാർ, ഒരു ലവ് ഹാർട്ട് ചിഹ്നം, പിന്നെ കുറെ നമസ്കാരം ചിഹ്നം. നമസ്കാരം. ആള് നമസ്കാരാണ് കേട്ടോ ഉദ്ദേശിച്ചത്, അതുകൊണ്ട് തിരിച്ചും ഉദയകുമാറേട്ടാ നമസ്കാരം. പിന്നെ വരുന്നത് അസുക്കം. ഇവനെന്താടേ ചന്ന് മറ്റേ ചൈനയിൽ പോയിക്കോ. അസുക്കം പക്രാത്തെ സുസു അങ്ങനെയൊക്കെയാണ് അതിനകത്ത് എഴുതിട്ടോ. അത് ചിലർ ഇമെയിൽ ഉണ്ടാക്കുമ്പോ എന്തെങ്കിലും ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കുന്നതാണ്. പിന്നെ വരുന്നത് അതിലെന്താ പറഞ്ഞ ഒരു ഹായ്. പിന്നെ ചൈനക്കാര ഹായ്. ബെർലിൻ, നിങ്ങൾ ഇങ്ങനെ ചേർന്നിരിക്കുമ്പോ ആണ് പ്രശ്നം, ഒന്ന് വിട്ടിരിക്കുക ആണെങ്കിൽ വിവാദം ഉണ്ടാവില്ല. ചേർന്നിരിക്കാതെ ഞാൻ അവളെ മടിയിലൊന്നല്ല കയറി കുത്തിരിക്കുന്നത്. സോഫേന്റെ മുകളിൽ രണ്ടാളിരിക്കുന്ന, സോഫേന്റെ മുകളിൽ മൂന്നാളെ ഇരിക്കുന്നത്, രണ്ടാളെന്നെ ഇരിക്കുന്നത്, അപ്പൊ ചേർന്നിരിക്കൂലേ? അതുമല്ല ബെർലിനെ ഒരു കാര്യം നീ മനസ്സിലാക്ക്, ഫോൺ എന്ന് പറയുന്നത് ഏകദേശം ഇത്ര വലിപ്പേ ഉള്ളൂ. ഈ ഫോണില് ഞാൻ ഇപ്പൊ ഞങ്ങൾ അടിച്ചിരിക്കുന്നത്, ഞാൻ ഇങ്ങനെ വിട്ടിരിക്കുകയാണെങ്കിൽ ഇങ്ങോട്ട് സ്ഥലമല്ല ഇട്ടതാ, ഇങ്ങനെ ഉണ്ടാവും. മറ്റേ കോഴി അയൽമ കയറിയാലുണ്ടാവും. എന്തിനാ ബെർലിനെ പറയുന്നല്ലോ, പറഞ്ഞോട്ടെ. ഞങ്ങൾക്കറിയാം, ഞങ്ങളുടെ ഫാമിലിക്ക് അറിയാം, അത്ര നോക്കിയാ പോരെ. ഞങ്ങളെ ഹസ്ബൻഡിന് നട്ടലില്ലേ? ഓ ഉണ്ട്. ഇതിന്റെ പൊന്നാര മക്കളെ, ഉണ്ട് 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 എന്ന് കുറെ കാലമായി. അസീന, നിന്റെ ഹസ്ബൻഡിന് നട്ടലുണ്ടോടി? ഉണ്ടേ ഒന്ന് പറയണേ, അടുത്ത കമന്റിൽ ഇടണം കേട്ടോ അസീന കുട്ടി. പിന്നെ അസീന തന്നെ, പൂനൂർ ഇത്രയും വൃത്തികെട്ട കുടുംബമുണ്ടോ? അതിന് പൂനൂര് നീ വന്നിക്കോ അസീന. പൂനൂർക്കാരിയാണോ വൃത്തികെട്ടത് എന്ന് പറഞ്ഞാല്? ഹസീന ഷബീർ എന്ന് പറയുന്ന ആള് ഓരോ നാട്ടിൽ ഭയങ്കര വൃത്തികളായിരിക്കും. അസീനന്റെ വീട്ടുകാരെ പോലെ തന്നെയാണ് എല്ലാരുടെ വീട്ടുകാരെന്ന് ചിന്തിക്കല്ലേ ഹസീന. സങ്കടം ഉണ്ടാവൂലേ? നിന്റെ സമാധാനത്തിന് നീ അങ്ങനെ ചിന്തിച്ചോട്ടോ. പിന്നെ ഉള്ളത് എനിക്കുള്ള കമന്റാണ്, ഒരു റാഹിബ മോൾ, അരുണേട്ടൻ പൊളിയാണ്. താങ്ക് യു. ഇവിടെ തലക്ക് മുട്ടോ. എന്തിനാണ് റായിബ വേണേ ഞാൻ പൊളിയാന്ന് പറഞ്ഞാ പോരായിരുന്നു. അപ്പൊ നിനക്ക് എന്നെ ഇഷ്ടല്ലേ കൊച്ചു കള്ളി. ചീക്കുട്ടൻ, ശ്രീ അല്ലട്ടോ, ചീക്കുട്ടൻ. ഗോപാലേട്ടൻ ഇപ്പോഴും വിളിക്കാറുണ്ടോ മോനെ? അല്ല, ഗോപാലേട്ടൻ. ഒരു കാര്യം ഞാൻ പറയട്ടെ, ഗോപാലേട്ടനെ കളിയാക്കിയിട്ട് ഒരുപാട് മെസ്സേജ് അയക്കുന്നുണ്ട് പലരും. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു വിഷമഘട്ടം വരുന്ന സമയത്ത് നിങ്ങളും പോയിട്ടുണ്ടാവും ചിലപ്പോൾ ആ മനുഷ്യൻ്റെ മുമ്പിൽ എരക്കാൻ വേണ്ടിയിട്ട്. എരന്നവരും ചിലപ്പോൾ ഈ മെസ്സേജ് അയച്ചിട്ടുണ്ടാവും. അപ്പോൾ നേരി കാണുമ്പോൾ ദൈവതുല്യം, അല്ലാത്തപ്പം ഈ
ഫേക്ക് ഐ ഡി എന്താ പേര്, ചീക്കുട്ടനില്ലേ, ചീക്കുട്ടന് ഇടാൻ നാണവും മാനവും ഉളുപ്പും ഉണ്ടോ? കാരണം എനിക്ക് അദ്ദേഹത്തെ പറയുമ്പോൾ കുറച്ച് പൊള്ളി തന്നെ ചെയ്യും. കാരണം എൻ്റെ വാപ്പയുടെ സ്ഥാനം, എൻ്റെ വാപ്പൻ ആര് പറയുമ്പം എന്താണോ എനിക്ക് തോന്നുന്നത് അതേപോലെ തന്നെ എനിക്ക് ഇതും ഫീൽ ചെയ്യും. അപ്പം നിങ്ങൾ അടുത്തത് എടുത്ത് ചോദിക്കും ആ വോയിസോ എന്ന്. അതിൽ എനിക്ക് നമ്മളുണ്ടല്ലോ, നമുക്ക് തെറ്റായിട്ട് തോന്നണം, എന്നാലേ അതൊരു തെറ്റാവുള്ളൂ. എനിക്ക് അവരങ്ങനെ പറഞ്ഞത് അതൊരു കാഷ്വൽ ടോക്ക്, ഒരു തമാശ രൂപത്തിൽ മാത്രമേ ഞാൻ അത് എടുത്തിട്ടുള്ളൂ. ഞാൻ സീരിയസ് ആയിട്ട് ആണെങ്കിൽ പോലും ഇപ്പം ഇതിനു മുമ്പ് ഒരു കുട്ടി ഞങ്ങളുടെ അടുത്ത് ചോദിച്ചു, നിങ്ങളിങ്ങനെ ചേർന്നിരുന്നിട്ടാണ് പ്രശ്നം എന്ന്. ചേർന്നിരുന്നിട്ട് ഇങ്ങനെ പ്രശ്നം നിങ്ങൾക്ക് തോന്നുന്നുണ്ട്, നിങ്ങൾ ബസ്സിൽ ഒരാൾ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തുകൊണ്ട് ബുദ്ധിമുട്ട് തോന്നുന്നില്ല? നിങ്ങൾക്ക് അത് പറയാം, അയാളോട് മാറിയിരിക്കാൻ പറയാനോ അല്ലെങ്കിൽ വേറെ നിങ്ങൾക്ക് എണീറ്റ് നിൽക്കാനോ ഉള്ള ഓപ്ഷൻ ഒരുമിച്ച് നടന്നുകൊണ്ടോ ഇരുന്നുകൊണ്ടോ ഒന്നും സംഭവിക്കാനൊന്നുമില്ല. അതുകൊണ്ട് നമ്മളെ എന്താ പറയാ കാഴ്ചപ്പാട്. അതുകൊണ്ട് എനിക്ക് ഗോപാലേട്ടൻ പറഞ്ഞതിൽ എനിക്ക് എൻ്റെ പേഴ്സണലായിട്ട് എൻ്റെ മനസാക്ഷിക്ക് എനിക്ക് അതൊരു തെറ്റായിട്ട് തോന്നിയിട്ടില്ല. തോന്നാത്തിടത്തോളം കാലത്തോളം നിങ്ങളൊക്കെ പറയുന്നത് ഓക്കെ. പിന്നെ അരുണിന് ജോലിയുണ്ടോ? ഉണ്ട്, KSRTC കേട്ടോ, പ്രൈവറ്റ് ആയിരുന്നു, ഇപ്പൊ പിന്നെ ഭാര്യയുണ്ടോ? ഇല്ലടേ, എന്റെ അമ്മ സമ്മതിച്ചില്ല ഇതുവരെ കിട്ടാന്. അമ്മ സമ്മതിക്കാത്ത എന്തുകൊണ്ടോന്നറിയോ, ഭാര്യനെയും കൂടി അമ്മ നോക്കേണ്ടി വരുമല്ലോ എന്ന് പറഞ്ഞിട്ട് ഇനി നോക്കട്ടെ, KSRTC അല്ലേ. പിന്നെ അത് പറഞ്ഞത് സാജിദ് KN ചിറയിൽ. അടുത്തതും സാജിദ് KN ചിറയിലാണ്. ഇവളെ വെളുപ്പിക്കാൻ നിനക്ക് ശമ്പളം കിട്ടുന്നുണ്ടോ? എൻ്റെ പൊന്നു മോനെ, ആ ഒരു കാര്യത്തിൽ ഞാൻ ഹാപ്പിയാ, ഇക്കാക്കെ ഹാപ്പിയാ. കാരണം പുട്ടിയുടെയും കാര്യങ്ങളൊന്നും ഈ മരിച്ചീനെ പോലത്തെ പിന്നെ ബീവിനെ പോലത്തെ ആൾക്കാരെ പോലൊന്നും പുട്ടിയുടെയും കാര്യങ്ങളൊന്നും ഞാൻ അതുവരെ കണ്ടിട്ടില്ല. മേക്കപ്പ് ഒക്കെ കുറവാണ്. ആകെ ഞാനൊരു കണ്ണെഴുതും, ലിപ്സ്റ്റിക് ഇടും, അല്ലാതെ ഞാൻ ഫൗണ്ടേഷൻ ഒന്നും യൂസ് ചെയ്യില്ല. അവന്റെ പേരെന്താ? സാജിദ്. അതുകൊണ്ട് ഇവർക്കാർക്കും വലിയ പൈസയൊന്നും ചെലവുണ്ടാവാറില്ല. നിങ്ങൾക്ക് പ്രേക്ഷകർക്കും അറിയാം, എൻ്റെ ഏതൊരു വീഡിയോ എടുത്ത് നോക്കിയാലും കാണാം, ഞാൻ നല്ല നാച്ചുറൽ ആയിട്ടേ വരാറുള്ളൂ. ഇപ്പൊ തന്നെ കണ്ടില്ല, കൊളിച്ച് കുട്ടപ്പയായി ഒരു ചന്ദനക്കുറിയും കൂടി ഉണ്ടായിരുന്നു. സുഖമായിട്ട് അടുത്തതും സാജിദ് തുനിഞ്ഞിറങ്ങിയതാ. ഇവൾക്ക് മര്യാദയ്ക്ക് സംസാരിക്കാൻ അറിയില്ല, എന്തിനാ കൊഞ്ചിക്കൊയ്യുന്നത്? ഞാൻ വേണേ സീരിയസ് ആയിട്ട് 2 വാക്ക് പറയാം. അതായത് സാജിദിനുള്ള മറുപടി അല്ലേ, എന്തെങ്കിലും ചോദ്യം? കൊഞ്ചിക്കൊയ്യാൻ അറിയില്ലേ സാജിദേ? ഞാൻ ഇങ്ങനെയൊക്കെ നിന്നിട്ട്, സാജിദേട്ടാ എനിക്ക് കൊഞ്ചിക്കൊയ്യാതെയും സംസാരിക്കാൻ അറിയാം എന്ന് വെച്ച് പ്രേക്ഷകർ അത് കണ്ടിരിക്കണമെന്നില്ല. പ്രേക്ഷകർക്ക് ഇങ്ങനെ വാർത്ത വായിക്കുന്നത് പോലുള്ള മറുപടികൾക്ക് താല്പര്യമില്ലാത്തത് കൊണ്ടാണ് സാജിദ് കൊഞ്ചിക്കൊഴിയുന്നത്. കേട്ടാ സാജിദ് കാക്ക? പിന്നെ ഈ സാജിദിന്റെ വീട്ടിലെ ഡാഡിയും മമ്മിയും തിന്നുന്നത് ജസ്മിനോട് തിന്നാൻ പറയാട്ടോ. ഇതിലും നല്ലത് ആരാന്റെ തീട്ടം വാരി തിന്നുന്നതാ. ഈ ആരാന്റെ എന്ന് പറഞ്ഞു വെച്ചാല് ഓന്റെ ഡാഡിയും മമ്മിയും അതാ തിന്നല്, അത് ഇവരോടും വാരി തിന്നേ. ഇവർക്ക് അത് ഇഷ്ടല്ല കേട്ടോ. എനിക്ക് വേണ്ട, എനിക്ക് ചോറുണ്ട്, എനിക്ക് റേഷൻ കാർഡ് ഉണ്ട്. റേഷൻ കാർഡിൽ എന്താ വെച്ചാൽ സാജിദ് എന്റെ ഡാഡിയും മമ്മിയും മാത്രമേ തിന്നാറുള്ളൂ. സാജിദ് എനിക്ക് റേഷൻ കാർഡ് ഉണ്ട്, അത് ഞങ്ങൾ താഴെയാട്ടോ. എന്ന് വെച്ചാൽ അപ്പം നിങ്ങൾ വിചാരിക്കും ഗൾഫുകാരൻ്റെ ഭാര്യ ആയതുകൊണ്ട് റേഷൻ കാർഡ് താഴെയാണോ? നല്ല, ഞാൻ എൻ്റെ സ്വന്തം വീട്ടിലാണ് റേഷൻ കാർഡിലുള്ളത്. അപ്പം പറയും ഇവള് സലീമുമായിട്ട് എന്തോ പ്രശ്നത്തിലാണ്. അതൊന്നുമല്ല സത്യാവസ്ഥ. എൻ്റെ വീട്ടിൽ 3 പെൺകുട്ടികളാണ്. അപ്പോൾ എല്ലാവരും റേഷൻ കാർഡിൽ നിന്ന് വെട്ടിപ്പോയപ്പോൾ വാപ്പക്കൊരു വിഷമം, അവരൊക്കെ വെട്ടിപ്പോയിട്ടോ. അപ്പം എന്നോട് പറഞ്ഞു നീയെങ്കിലും ഇവിടെ നിൽക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും വാപ്പയും ഉമ്മയും മാത്രമേ റേഷൻ കാർഡിലുള്ളൂ. അപ്പം റേഷൻ കാർഡിൻ്റെ ഡീറ്റെയിൽ വരെ ഞങ്ങൾക്ക് തരും. ഞാൻ ആരാ മോള്? പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് വ്ലോഗ് കാണുന്നത്. അരുൺ നിന്റെ ആരാ? അരുൺ എൻ്റെ ബ്രദറാണ്. എന്ന് വെച്ചാൽ നേരെ ബ്രദർ അല്ല കേട്ടോ, കസിൻ ബ്രദറാണ്. അൻസൽ രാത്രി പൂത്തിരി മുന്തിരി ചൊപ്പോ കപ്പിത്തിരി മഞ്ഞത്താപ്പ്. പാട്ട് കവിയാണ്. അടക്ക്, കവിന്റെ പേരെന്താ? അൻസൽ. നിമിഷ കവിയാണല്ലേ കൊച്ചു ഗള്ള. ഷഹീദ് അരുണേട്ടൻ പൊളിക്കാൻ കൊണ്ടുവന്ന റിസോർട്ടില്ലേ, ന്യൂ ഇയർ പൊളിക്കും. എന്റെ പൊന്നാര മക്കളെ, ഞാൻ ഉള്ളത് പോണം പറയുന്നേനെന്താ, ഞങ്ങളോ
ഡാൻസ് കളിച്ച് ഈ അരുണേട്ടൻ ഇതൊക്കെ വീഡിയോ എടുത്ത് ഒരു സ്റ്റെപ്പ് ഇടുക, സലീം കുമാറിൻ്റെ മാതിരി മുദ്ര മാറ്റിയിട്ട് ഒരു സ്റ്റെപ്പ് ഇടുക, അതില്ലടേ. ഇവന്മാരൊക്കെ കളിക്കുന്നത് നോക്കിയിട്ട് നിന്നതാണ്. എന്തു അരുണേട്ട, പൊളിക്കാൻ പോയടുത്ത് പൊളിക്കല്ലേ ചെയ്യണ്ടേ? പിന്നെ HDR ആ കൂൾ സിംഗ് കാണാൻ വിളിച്ചതാ. കുളിസീന്നാ ഉദ്ദേശിച്ച സാക്കള്. ആ കൂൾ സിംഗ്, കൂള് വെച്ചാൽ മറ്റേ ഹാൻസ് ആട്ടോ അവിടെ വെക്കുന്ന മറ്റേ കൂള്, അതൊക്കെ അറിയാട്ടോ. കൂള് കാണാൻ വിളിച്ചത് ആരാ? കുളി കാണിച്ച് കൊടുത്തോ? ആ കൂള് സിംഗ് എന്തോ ആടേ, ഇതാണെന്ന് അറിയില്ലേ? ഇല്ലടേ, ഞാൻ കുറേ വിചാരിച്ചു മറ്റേ റിസോർട്ടിൽ 3 സ്വിമ്മിംഗ് പൂൾ ഉണ്ടായി, അതിൽ ഞങ്ങൾ കുളിച്ച് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാമെന്ന്. പിന്നെ ഞാൻ വിചാരിച്ചു മാണ്ട, അങ്ങനെ ഇപ്പം കളിച്ച കുളിച്ച് കാണണ്ടാന്ന് വിചാരിച്ചു. പിന്നെ വന്നത് ഒരു മുഹമ്മദ്. അരുണേട്ടൻ ഹണിമൂണിലാണല്ലേ, കൊച്ചു കള്ളൻ വിളക്കാക്കി തനിക്കാക്കി. നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? നിന്റെ ഡാഡീനെയും മമ്മീനെയും അല്ലെ നിന്റെ ഓളെ ഒന്നല്ലേ ഞാൻ കൊണ്ടുപോയത്? ഡാഡീനെ വേണ്ടടേ, അത് നീ ഷെഫീനെ പറഞ്ഞ അതായിക്കോട്ടെ, എന്നാലും വേണ്ടില്ല. അരുണ് ഡാഡിനെയും വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ആരാണ്? ഷെഫീഖോ എന്താ പേര്? മുഹമ്മദേ, നീ പേടിക്കണം കേട്ടോ, നീ നിന്നെ തന്നെ സൂക്ഷിക്കട്ടോ. അരുണ് നിന്നെയും നോട്ടം വിട്ടേക്കാമേ, ശ്രദ്ധിച്ചിട്ട് അവന് മെസ്സേജ് ഇട്ടോ. പിന്നെ കേരള 7610, നീ നിന്റെ മക്കളുടെ മുന്നിൽ വെച്ചാണോ പരസ്യമായി കൂത്താടുന്നത്? ഈ കൂത്താട്ടം എന്ന് പറയുന്നത് ആരെ പേരെന്നാ? കേരള എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്ന് വന്ന ആളോട് പറയണേ, നിന്റെ മമ്മി ചെയ്യുന്നതല്ലേ, അതല്ലേ കൂത്താട്ടം? ഞാൻ കൂത്താട്ടം ആടാറില്ല, നിന്റെ മമ്മി ചെയ്യുന്നതാണ്. നീ അത് കണ്ടിട്ട് എല്ലാ സ്ത്രീകളും അങ്ങനെയാണ് എന്ന് പറയുമ്പോൾ അത് നിന്റെ നിലവാരത്തെയാണ്, നിന്റെ മമ്മി നിന്നെ ജനിപ്പിച്ച് വളർത്തിയ നിലവാരത്തെയാണ് നീ വിളിച്ചിട്ട് കൊടുക്കുന്നത് കേട്ടോ കേരള കുട്ടാ. അടുത്ത ഇപ്പൊ പണം വരച്ച് പറ്റിക്കാൻ പറ്റാത്തത് കൊണ്ട് ഇങ്ങനെ കോമാളി വേഷം കെട്ടുന്നത്. കുഴപ്പമില്ല, ഈ കോമാളി വേഷം കെട്ടിയാലും പൈസ കിട്ടുന്നുണ്ടേ. എനിക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അതിൽ നിന്ന് പൈസ മേടിക്കാനുള്ള ഗഡ്സ് ഉണ്ടോടാ? നിനക്ക് പറ്റുവാടാ? നിന്നെ ഞാൻ വെല്ലുവിളിക്കുന്നു. നീ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അതിൻ്റെ ഇതിലിട്ട് പിന്നെ പേരിട്, എന്നിട്ട് നീ എത്ര മാസം കൊണ്ട് നിനക്ക് അതിൽ നിന്ന് വരുമാനം കിട്ടി എന്നുള്ളതും കൂടി ഒന്ന് ഇട്. വെല്ലുവിളി. ഞാൻ അനങ്ങിയ വെല്ലുവിളിയാട്ടോ. അപ്പോൾ ഞാൻ കോമാളിത്തരം കളിച്ചിട്ടാണെങ്കിലും മോനെ, പണം കൊണ്ട് ഏതൊരു വ്യക്തിയെയും പുണ്യാളനാക്കാൻ പറ്റുന്ന ഒരേ ഒരു സംഭവം പണം മാത്രമാണ്, ധനം മാത്രം. ഓക്കെ, നെക്സ്റ്റ് വന്നത് കേരളനെ കഴിഞ്ഞു. 1 2 3 4 മറുപടി കൊടുത്ത് നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുമല്ലേ? അതെന്ത് നിങ്ങൾ അങ്ങനെ പറയല്ലേ? നമുക്ക് കിട്ടുന്ന, ഞാൻ പറഞ്ഞല്ലോ, ഈ നേരത്തെ ഈ കേരള പറഞ്ഞത് പോണം, ഈ യൂട്യൂബ് ചാനലിൽ നിർബന്ധമായിട്ടുള്ളൊരു സംഭവം എന്താ വെച്ചാൽ കണ്ടന്റ് വേണം. കണ്ടന്റ് ഇല്ലെങ്കിൽ യൂട്യൂബിൻ്റെ പൂട്ടിട്ട് തന്നെ കൂട്ടിയാൽ മതി. അതുകൊണ്ട് കണ്ടന്റിനാണ് എല്ലാവർക്കും ബുദ്ധിമുട്ട്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് കണ്ടന്റിൻ്റെ ഒരു ബുദ്ധിമുട്ടും ഇല്ലടേ. ഇഷ്ടം പോലെ കമൻറ്റുകളല്ലേ വരുന്നത്. അപ്പം ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞത് പോണം, എന്നെ കാണുമ്പോൾ എല്ലാവരും പറയാറ് കമൻറ്റ് കാണാറുണ്ട് എന്നുള്ളതാണ്. അപ്പം പിന്നെ നമുക്ക് പറയാനുള്ളതും കൂടി ഓലൊന്ന് കേട്ടോട്ടെ എന്ന് കരുതിയിട്ട് നമ്മളതൊരു കണ്ടന്റാക്കി എടുത്തു നിങ്ങളിൽ മുമ്പിലേക്ക് ഓരോരുത്തരിലേക്കായിട്ട് കൊണ്ടുവരുന്നു. പിന്നെ വന്നത് ചന്ദ്രൻ CH, ഒരു ഹാർട്ട് ഇതും പിന്നെ ഒരു നമസ്കാരം, പിന്നെ നമസ്കാരം, താങ്ക് യു. ചന്ദ്രൻ CH. പിന്നെ അനിൽകുമാർ CM, ഷെഫീന സമൂഹത്തിലെ അനീതിക്കെതിരെയാണ് സംസാരിക്കുന്നത്. നല്ല അനീതിയ. എന്താ പേര്? അനിൽകുമാർ CM. എൻ്റെ അനിൽകുമാറേട്ടാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. പബ്ലിക് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നതാണ് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന സംഭവം. ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പ്രായപൂർത്തിയാവാത്ത പിള്ളേർ അവരവരുടെ ശരീരം വിറ്റ് ജീവിക്കുന്ന ഘട്ടത്തിലേക്ക് പോകുമെന്ന് പറയുന്നത് സമൂഹത്തെ പോരാടി ജീവിക്കുന്ന ഒരു വനിതയായിട്ട് നിങ്ങൾക്ക് ഒരു അവാർഡ് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഈ പറഞ്ഞിരിക്കുന്ന അനിൽകുമാറിന് മാത്രമേ പറ്റുള്ളൂ. നീ ആദ്യം നിന്റെ മകളെ ഒന്ന് അവളുടെ മുമ്പിലേക്ക് കൊടുത്തു നോക്ക്. അപ്പൊ ആ മകളെ കുറിച്ച് അവൻ പറയും. അതായത് അനിൽകുമാർ, നീ അയച്ച ആ മെസ്സേജിന് താഴെ വന്ന കമന്റ് ഞാൻ വായിക്കാം. എന്നിട്ട് ഷെഫീന തന്നെ ഒരു അനീതിയാണല്ലോ. ഷാനു അനു. പിന്നെ വന്നത് നിങ്ങൾ പറയോ ഷെഫീന നല്ലതാണ് അതാണെന്ന്? അതായത് അനിൽ പറയോ ഷെഫീന നല്ലതാണെന്ന്? പിന്നെ ഒരു
അവൾ ഫ്രോഡാ എല്ലാവർക്കും അറിയാം. പേരും പറഞ്ഞു കൊടുക്ക്. മായ. പിന്നെ യുവ ആർട്സ്, അവൾ ഫ്രോഡ് എല്ലാവർക്കും അറിയാം. പിന്നെ 67KK യുവ ആർട്സ് 3466 everyone please note this is Jasna Salim ID. No. യുവ ആർട്സ് എന്ന് പറഞ്ഞത് ജസ്ന സലീമിന്റെ ഐഡിയ അല്ല. എൻ്റെ ഐഡിയ അല്ല, എൻ്റെ ഐ ഡി ജസ്ന സലീം. വേണമെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കമൻറ്റ് ബോക്സ് എടുത്ത് നോക്കാം. കാര്യം എന്താ വെച്ചാൽ ഞാൻ ജസ്ന സലീം എന്നുള്ള ഇതിൽ തന്നെ ഞാൻ ചിലർക്ക് എന്നല്ല, ഒരു കുസിത പാലക്കുട്ടി എന്ന് പറഞ്ഞിട്ടുള്ളൊരു മരച്ചീനി മോറിയുണ്ട്, അവക്കിട്ടുള്ളൊരു മറുപടി ഞാൻ കൊടുത്തിട്ടുണ്ട്. അതേപോലെ വ്യക്തമായിട്ട് ഞാൻ ഇതിൽ വേറൊരു കാര്യവും പറഞ്ഞു തരാം. നിങ്ങൾക്കൊക്കെ അറിയാവുന്നൊരു സംഭവമാണ് ഞാൻ ഒരാളാൽ മിസ്യൂസ് ചെയ്യപ്പെട്ടു എന്നുള്ളൊരു സംഭവം. അപ്പോൾ ആ കേസിൽ മെയിനായിട്ട് ഞാൻ കൊടുത്തിട്ടുള്ള ഒരു പരാതി എന്ന് പറയുന്നത് ആ വിഷ്വലൊക്കെ അവൻ പിടിച്ചു വെച്ചിട്ടുണ്ട്. ആ വിഷ്വൽ അവൻ പുറത്ത് വിടുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടാണ് എന്നെ കേസ് കൊടുക്കാൻ അനുവദിക്കാതെ നിന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പം ഈ പേരെടുത്ത് വെച്ചിട്ട് പറയാം, ലസിത പാലക്കൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലേഡി നിരന്തരമായിട്ട് എനിക്ക് കമൻ്റ് ഇടുന്നുണ്ട്. എൻ്റെ വൃത്തികെട്ട വീഡിയോസ് അവൾ കണ്ടിട്ടുണ്ട്, അത് അവളുടെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞ് നിരന്തരമായിട്ട് എൻ്റെ പല വീഡിയോസിൻ്റെ താഴെയും അവൾ കമൻ്റ് ഇടുന്നുണ്ട്. ഓരോന്നായിട്ട് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം ഇത് മേലധികാരികൾക്ക്, അവൾക്ക് കൊടുത്ത കേസ് ചെറിയ 40 കേസിൽ 41ാമത്തെ കേസ് എൻ്റേതായിരിക്കും. കാരണം അത് വേണ്ടപ്പെട്ട ആരുടെയെങ്കിലും പക്ഷത്ത്, കാരണം എനിക്ക് ഈ ഷനീദ് കരുവാൻ കുണ്ടി എന്ന് പറയുന്ന കുണ്ടിയല്ല കേട്ടോ, കുണ്ടനാട്ടെ, അവന് ആ കുണ്ടൻ്റെ പേരിൽ കൊടുത്ത FIRൻ്റെ കോപ്പിയും എനിക്കിട്ട കമൻറ്റുകളും ഒക്കെ വെച്ചിട്ട് ഞാനൊരു പരാതി രജിസ്റ്റർ ചെയ്യാൻ പോവുകയാണ്. കാരണം അവൾ നിരന്തരം പറയുന്നത് എൻ്റെ കുലിസിതങ്ങൾ അവൾ കണ്ടിട്ടുണ്ടോ അല്ലേ, കുലിസിതങ്ങൾ അവൾ കണ്ടതിൻ്റെ തെളിവുണ്ട്, അത് അവൾ പുറത്ത് വിടും, വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് പല ഇതിലും വീഡിയോസിൻ്റെ താഴെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ കുലിസിതങ്ങൾ ഉണ്ടെങ്കിൽ അത് അവൻ്റെ കയ്യിലുള്ളതേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് അവൾ പണം പിന്നെ ഇതാക്കാൻ, അവനെ പോലെ തന്നെ പണം പിന്നെ നമ്മളെ അടുത്തുനിന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അടവാണെന്ന് എനിക്കറിയാം. ചേച്ചി ഒളിച്ചോടിങ്ങാന് പോയിങ്ങാന് ചേച്ചി ഇപ്പോൾ പെട്ട് കിടക്കുകയെന്ന് തോന്നുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ ചേച്ചിയും 2 കെട്ടിയതാട്ടോ, ലസിത പാലക്കൽ ചേച്ചീനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതിന് ഞാനൊരു പരാതി കൊടുക്കാൻ വേണ്ടിയിട്ട് ഒക്കെ എല്ലാ ഇതിൻ്റെ താഴത്തുള്ള കമൻറ്റുകളും സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. എല്ലാം കൂടി വെച്ചിട്ട് SP-ക്കോ അല്ലെങ്കിൽ കമ്മീഷണർക്കോ ആയിട്ട് പരാതി കൊടുക്കണം. കാരണം ഞാൻ അങ്ങനെ ഒരു മിസ്യൂസ് ചെയ്യപ്പെട്ടിരുന്നു അന്ന്. ആ ഒരു ഇതിൽ പരാതിയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അങ്ങനത്തത് അവൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞ് അവനെന്നെ ഭീഷണിപ്പെടുത്തി പണം മേടിച്ചിട്ടുണ്ട്. ലസിതയുടെ വഴിയും അതാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പം അതിനെതിരെ എന്തായാലും ഞാൻ പോരാടും. ലസിത വെയിറ്റ് ആൻഡ് സി 41 ഞാനായിരിക്കും. സുബേർ ഷാ ലാൻഡ് ഒരു പൂണ്ടനും പൂണ്ടച്ചിയും. പൂണ്ടൻ നിന്റെ ഡാഡി, പൂണ്ടച്ചി നിന്റെ മമ്മി, നിന്റെ ഓളും. ഓളെ പറയണ്ട, പാവണ്ടാവും. ഓളും പൂണ്ടച്ചിയല്ലേ, പകുതി പറഞ്ഞാൽ മതി, പൂ പറഞ്ഞു. പിന്നെ രാജു, സോറി ജസ്ന എന്ന് പേര് മാറിപ്പോയി. രാജു ഇതുവരെ ചിലപ്പോൾ കമൻ്റ് ഇട്ടപ്പോൾ ജസ്ന എന്നുള്ള പേര് മാറിപ്പോയി എന്നാണ് രാജു ഉദ്ദേശിച്ചത്. സോറി ജസ്ന എന്ന പേര് മാറിപ്പോയി. പിന്നെ സജീവൻ ആനപ്പാറക്കൽ, പൂനൂർക്കാരൻ. സജീവൻ ചേട്ടൻ ആനപ്പാറക്കൽ എന്ന് പറയുന്നത്, ആനപ്പാറ എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ലോറിക്കാർ ഭയങ്കര കാശുകാരുണ്ട്, ആ നാട്ടിലുള്ളത് അങ്ങനാണെന്ന് തോന്നുന്നു. ഏതായാലും ചേട്ടനും പൂനൂർക്കാരനാണെന്ന് ഉദ്ദേശിച്ചിട്ടാണ് ചേട്ടൻ, ഞാനും പൂനൂർക്കാരത്തിയാണ്. ഹലോ അസ്ന, എല്ലാ എപ്പിസോഡും കാണാറുണ്ട്, എല്ലാ ഫോട്ടോസും വരയ്ക്കുന്നത് സൂപ്പർ, ഒത്തിരി നന്ദി. ഓ അതാണ് ആ ഏട്ടൻ അയച്ചേട്ടോ നേരത്തെ. അപ്പോ താങ്ക് യു രാജുവേട്ടൻ. അതായത് നേരത്തെ ജസ്ന എന്ന പേര് മാറിപ്പോയി എന്ന് പറഞ്ഞ ഏട്ടനാണ്. രാജുവേട്ടാ താങ്ക് യു സോ മച്ച്. അപ്പൊ ജസ്ന എന്നുള്ളത് അസ്ന എന്നായി പോയി എന്നാണ് ആ ചേട്ടൻ ഉദ്ദേശിച്ചത്. നെക്സ്റ്റ് വന്നത്, വീഡിയോ എടുക്കുന്നത് നിങ്ങളുടെ മകനാണ് എങ്കിൽ നിങ്ങൾ ഷെഫീനയും തമ്മിൽ എന്ത് വ്യത്യാസം? നിങ്ങളും മകന്റെ മുന്നിലല്ലേ ഈ മോശ കാര്യങ്ങൾ പറയുന്നത്? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞാൻ ഷെഫീനെ വിളിക്കുന്നത് പോണം എന്തെങ്കിലും ഒരു തെറി വിളിച്ച് നിങ്ങൾ കേൾക്കാറുണ്ടോ? ഉണ്ടെങ്കിൽ എൻ്റെ മകൻ അത് കേട്ട് ഞാൻ വളരുമെന്ന് വിചാരിക്കുക. പിന്നെ ഞങ്ങൾ ജീവിച്ച് വളർന്നൊരു സാഹചര്യം എന്ന് വെച്ചാൽ എൻ്റെ മക്കളെ സംബന്ധിച്ച് അവർക്ക് ഫാമിലി ആരുമില്ല.
അവരുടെ പപ്പയുടെ ഫാമിലി വലിയ കോണ്ടാക്റ്റ് ഇല്ല എന്ന് വെച്ചാൽ എല്ലാവരും ദൂരെയാണ്, പോക്കും വരവൊക്കെ കുറവാണ്. ഉമ്മയുടെ ഫാമിലിയിലേക്ക് എൻ്റെ വീട്ടിലേക്കോ അല്ലെ എൻ്റെ സിസ്റ്ററുടെ വീട്ടിലേക്കോ അല്ലാതെ അവർക്ക് വേറെ ഒരു സ്ഥലത്തേക്ക് എൻട്രി ഇല്ല. അപ്പോൾ നാളൊരിക്കൽ എന്തുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെയൊക്കെ വന്നത് എന്നുള്ളത് അവർക്ക് സ്വയം അറിഞ്ഞ് വളരണം. ഉമ്മാക്ക് പൊതുസമൂഹത്തിൽ ഉമ്മ സ്ട്രഗിൾ ചെയ്യുന്നത് അവർ കാണണം. അല്ലാതെ മക്കൾ പഠിക്കാൻ വേണ്ടിയിട്ടല്ല മക്കളെ കൊണ്ട് വീഡിയോ എടുപ്പിക്കുന്നത്. ഉമ്മ എത്രത്തോളം സ്ട്രഗിൾ ചെയ്യുന്നു എന്നുള്ളത് അവർ ഒന്ന് മനസ്സിലാക്കിക്കോട്ടെ എന്ന് കരുതിയിട്ട് മാത്രമാണ് നമ്മൾ കുട്ടീനെ കൊണ്ട് വീഡിയോ എടുപ്പിക്കുന്നത്. പിന്നെ കുട്ടിക്ക് ഇങ്ങനെ കൈ പിടിച്ച് വേദന പറഞ്ഞിട്ട് ഇന്നലെ ഞാൻ മൈജി പോയിട്ട് ഒരു സ്റ്റാൻഡ് മേടിച്ചു. ഇപ്പം സ്റ്റാൻഡ് ബെല്ലാണ് വെച്ചത്. കാരണം മക്കളെ ഈ പറഞ്ഞതുപോലെ തെറി പഠിപ്പിക്കുന്ന എന്താക്കുന്നല്ലോ, അങ്ങനെയാണെങ്കിൽ അവർക്ക് വീഡിയോ കണ്ടാൽ അല്ല. എൻ്റെ മക്കൾക്ക് വേറൊരു റിസ്ട്രിക്ഷൻ ഞാൻ കൊടുത്തത് എന്താ വെച്ചാൽ, മമ്മിയുടെ വീഡിയോ കാണാനും പാടില്ല, മമ്മിയുടെ വീഡിയോൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾ വായിക്കാനും പാടില്ല എന്നുള്ള ഒരു കർശനമായിട്ടുള്ള ഒരു ഇത് ഞാൻ അവർക്ക് കൊടുത്തിട്ടുണ്ട്. അത് എൻ്റെ മക്കൾ പാലിച്ചുകൊണ്ട് വരുന്നുണ്ട്. അവർ വീഡിയോ എടുക്കുമ്പം കേൾക്കുന്നത് അത് മകൻ മാത്രമേ എൻ്റെ അടുത്തുണ്ടാവുള്ളൂ. മകന് ഏകദേശം ആയൊരു വ്യക്തി, ഒരു 3 കൊല്ലം ഒരു 15 വയസ്സ് പൂർത്തിയാവുന്ന ഒരു കുട്ടിയാണ് എൻ്റെ കൂടെ ഉള്ളത്. അപ്പം അവനിതൊക്കെ കേട്ട് അറിഞ്ഞ് വളരണം കേട്ടോ. ബിന്ദു ചേച്ചിയാണ് പറഞ്ഞത്. അപ്പൊ ഓക്കെ, ബിന്ദു ചേച്ചി കിട്ടിയില്ല. ബിന്ദു ചേച്ചിക്ക് പിന്നെ 2 സ്മൈലി, ഒരു ഷാനു അനു, പിന്നെ റിച്ചു ഹാർട്ട് അടിച്ചു, പിന്നെ സത്യൻ കേട്ടി. നിങ്ങളിങ്ങനെ ഐക്യത്തോടെ ഇരിക്കുന്നത് തന്നെ മത തീവ്ര സ്വഭാവക്കാർ സഹായിക്കില്ല. ജസ്ന അരുൺ. സത്യം. ഒരു പക്ഷേ ഞങ്ങൾക്കെതിരെയുള്ള സൈബർ ആക്രമണം എന്ന് പറയുന്നതും അത് തന്നെ ആയിരിക്കും. കാര്യം എന്താ വെച്ചാൽ ഇവൻ ഒരു ഹിന്ദു മതസ്ഥനാണ് എന്ന് പറയുന്നത് ജന്മം കൊണ്ട് പിന്നെ അവൻ മുസ്ലിമാണ്. ജന്മം കൊണ്ട് മുസ്ലിമും കർമ്മം കൊണ്ട് ഹിന്ദുവാണ്. അതെങ്ങനെയാണ് വരിക എന്ന് ചോദിച്ചാൽ, ഇവൻ്റെ ഫാദർ മുസ്ലിമാണ് എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. പക്ഷേ ഇവൻ്റെ ഫാദർ ഇവൻ്റെ അമ്മേനെ വിവാഹം കഴിച്ചപ്പോൾ ഫാമിലിയിൽ നിന്ന് കുറച്ച് വിട്ടു നിൽക്കേണ്ട സാഹചര്യം വന്നു. സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു സംഭവമാണത്. അപ്പോൾ ഫാദർ പള്ളിയിൽ പോകുന്നതോ അല്ലെ ഈ ഷെഫീന മറ്റേ ഒരു ജാമിദ ടീച്ചറുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നെ ജാമിദ ടീച്ചർക്ക് തുമ്പ് വെട്ടാണ്ടിരുന്നൂടായിരുന്നു എന്ന് ചോദിച്ചു. അതേപോലെ വാപ്പ തുമ്പ് വെട്ടിക്കാൻ പോവുകയെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വാപ്പ ചെയ്തില്ല. വാപ്പ ഒറ്റ കാര്യം, ഇവൻ്റെ അച്ഛൻ ഇപ്പോഴും പറയുന്നൊരു കാര്യമേ ഉള്ളൂ. അച്ഛൻ അമ്മനെ വിവാഹം കഴിച്ച സമയത്ത് അച്ഛൻ്റെ പേര് ചെറുതായിട്ടൊന്നും എന്നുവെച്ചാൽ ഐഡിയിലൊന്നും മാറ്റിയതല്ല, അമ്മക്ക് വേണ്ടിയിട്ടൊന്നും മാറ്റി ബഷീർ എന്നുള്ളത് ബാബു എന്നാക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ ഒരിക്കലും അച്ഛൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അച്ഛ അത് ഭാവിയിൽ ഇവനത് ബാധിക്കൂലേ? കാരണം അച്ഛൻ മരിച്ചാൽ ഞങ്ങളുടെ ഫാമിലിയിലേക്ക് ഇങ്ങ് കൊണ്ടുപോന്നാൽ ചിലപ്പോൾ അവനെ കാണാൻ ഫാമിലിക്ക് മരണശേഷമൊക്കെ ആണല്ലോ ഫാമിലിക്കാർക്കൊക്കെ ദേഷ്യം തീർക്കാനുള്ള അവസരം ഉണ്ടാവുക. അപ്പം അങ്ങനെ ചെയ്താലോ എന്ന് ചോദിച്ചപ്പോൾ ഇവൻ്റെ അച്ഛൻ പറഞ്ഞൊരു കാര്യം, അവന് പ്രായപൂർത്തിയായതാണ്, അവന് വേണമെങ്കിൽ മാത്രം അവൻ പേര് മാറ്റിക്കോട്ടെ എന്നുള്ള ഒരു ചിന്താഗതിക്കാരനാണ് അച്ഛന്. അപ്പോൾ ഇവൻ്റെ അമ്മ കുഞ്ഞിലേ തൊട്ട് ഇവൻ അമ്പലത്തിൽ കൊണ്ടുപോയി. കുഞ്ഞിലേ തൊട്ട് ഇവൻ വേറൊരു കാര്യം പറയട്ടെ, നമ്മുടെ അയ്യപ്പൻ്റെ നാളും കൃഷ്ണൻ്റെ സ്വഭാവമുള്ള ഒരു മഹത് വ്യക്തിയാണ് കേട്ടോ ഇത്. അയ്യപ്പൻ്റെ നാളാണ് ഇവന്. അപ്പോൾ അന്നേ തൊട്ട് ഒരു അയ്യപ്പ ഭക്തനാണ്. വർഷങ്ങൾ തോറും മലക്ക് പോകാറുണ്ട്. ഈ വർഷം അവൻ മലക്ക് പോയില്ല കേട്ടോ. കാരണം സോഷ്യൽ മീഡിയ സൈബർ ആക്രമണം എനിക്കുള്ളത് കൊണ്ട്, ഞാൻ ആത്മഹത്യാ ശ്രമം നടത്തിയത് കൊണ്ടും ഇവിടുന്ന് മാറി നിന്നാൽ എന്തെങ്കിലും ഞാൻ ചെയ്താളോ എന്നുള്ളത്. കാരണം മാല ഇട്ടാൽ ഇവൻ ഭജനമഠത്തിലാണ് താമസം. അപ്പോൾ എനിക്ക് അതേപോലെ തന്നെ മൈഗ്രെയിൻ്റെ ഇഷ്യൂ ഉണ്ടാവുന്നതുമാണ്. മൈഗ്രെയിൻ വന്നാൽ കണ്ണ് തുറക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. അപ്പോൾ വാഹനം ഓടിച്ച് എനിക്ക് ഹോസ്പിറ്റലിൽ എത്താനുള്ള ഒരു ഇതുണ്ടാവില്ല. അപ്പോൾ അതൊക്കെ കണക്കിലെടുത്ത് ഈ വർഷം അവൻ മലക്ക് പോയില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോഴും ഐക്യത്തോടു കൂടെ. പിന്നെ ഇവൻ്റെ ഒരു ബെസ്റ്റ് ക്വാളിറ്റി പറയലുണ്ട്, അതൊന്ന് പറഞ്ഞു കൊടുക്ക്, അച്ഛൻ്റെയും അമ്മൻ്റെയും കാര്യം. മതത്തിനെ പറ്റി ഇന്ന് വരെ അവർ തല്ലുകൂടിയോ ഇല്ലയോ? അത് സത്യമായിട്ടോ. ശരിക്കും നിങ്ങളൊക്കെ അച്ഛനെയും അമ്മേനെയും കണ്ടുപിടിക്കണം, അല്ല എൻ്റെ ഉപ്പനെയും അമ്മേനെയും കണ്ടുപിടിക്കണം. ഓരെന്ത് ഹാപ്പി ആയിട്ടാണ് അറിയോ. എൻ്റെ അമ്മ നിങ്ങൾ മുസ്ലിം അല്ലേ, നിങ്ങളെ കല്യാണം കഴിച്ച് കുടുങ്ങിപ്പോയതാ, നിങ്ങൾ എന്തിനു വന്നാ ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. പിന്നെ അച്ഛൻ പറയാ, ഇനി ഒരു ഹിന്ദു ആയിട്ട് എന്നെ കല്യാണം കഴിച്ച അന്നത്തോളം എൻ്റെ ജീവിതം മുഴുവൻ നിങ്ങളെപ്പുറം നിങ്ങളെ ജാതിനെ അല്ല മതത്തിനെ നോക്കരുത് നടക്കരുത് എന്നിട്ട് മൂപ്പരും പറഞ്ഞിട്ടില്ല. ഒരു 2 കൂട്ടരും
കല്യാണം കഴിച്ച അന്ന് മുതൽ ഇന്ന് വരെ മതത്തിന്റെ പേരിൽ ഒരു കച്ചറ ഉണ്ടാക്കുന്നതോ അല്ലെങ്കിൽ തമ്മാമ കച്ചറ ഉണ്ടാക്കുന്നതോ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അതാണ് ഐക്യം എന്ന് പറയുന്നത്. അതും വേറൊരു രസം എന്താണെന്നറിയോ, ഇവന്റെ അച്ഛൻ എന്ന് പറയുന്നത് ആള് ഭയങ്കര മതവിശ്വാസക്കാരനാണ്. പക്ഷെ അമ്മക്ക് അമ്പലത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ അച്ഛനാണ് ഇറക്കി കൊടുക്കുക. എന്നിട്ട് അച്ഛൻ പുറത്ത് അമ്മനെ കാത്തു നിൽക്കും. നമ്മൾ സിനിമയിലൊക്കെ കാണാറില്ലേ ആ ഒരു സീന്. അതെ, അമ്മ അയ്യപ്പൻവിളക്കിന് പോകുന്നതും പിന്നെ അമ്മ അമ്പലത്തിലെ പ്രസിഡന്റ് ഒക്കെയാ പോകുന്നതും അല്ലെങ്കിൽ ഇത് പോകുന്നതൊന്നും അച്ഛന് കുഴപ്പമില്ല. ഞാൻ അച്ഛനാണെങ്കിലും പോലുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം അച്ഛൻ്റെ വീട്ടിൽ പോയി ഉമ്മാനൊക്കെ കണ്ട് KSRTC കിട്ടിയ കാര്യം പറയാൻ പറ്റില്ലായിരുന്നു. കാരണം പെട്ടെന്ന് വിളിച്ചതിനെ കൊണ്ട് പിന്നെ ലീവ് ഒന്നും കിട്ടാത്തതുകൊണ്ട് പെട്ടെന്ന് അത് പറ്റിയില്ല. അങ്ങനെ ഉമ്മാനൊക്കെ കണ്ട് ഉമ്മാനോടൊക്കെ പറഞ്ഞ് പോകുന്നതാണ്. ഞാൻ അങ്ങോട്ട് പോകുന്നതിന് അവർക്ക് കുഴപ്പമില്ല, അമ്മ പോകുന്നതിന് അവർക്ക് കുഴപ്പമില്ല. കാരണം ഒരു ഹിന്ദു മതത്തിലുള്ള ഒരാള് മുസ്ലിം മതത്തിലുള്ള ഒരു വീട്ടിലേക്ക് പോകാന്ന് പറഞ്ഞാൽ ചില ആൾക്കാർക്ക് ചില സ്ഥലങ്ങളിൽ ചിലപ്പം പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാവും. അറിയില്ല, ചിലപ്പോൾ ഉണ്ടാവാം. വിവാഹം കഴിച്ച സമയത്ത് കുറച്ച് വിഷയങ്ങളും അതിപ്പോ എല്ലാ വീട്ടിലും ഉണ്ടാവും. കാരണം ഞാനിപ്പോ നാളെ ഒരു ക്രിസ്ത്യൻസിനോ അല്ലെങ്കിൽ ഒരു മുസ്ലിമിനോ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എന്റെ ഫാമിലിയിൽ ഉണ്ടാവും. കാരണം ഇവന്റെ അച്ഛൻ ഇവനെ ഏൽപ്പിച്ചൊരു സംഭവം എന്താണെന്നറിയോ, പറ്റുമെങ്കിൽ മുസ്ലിം കുട്ടീനെ കല്യാണം കഴിക്കാൻ. അല്ല, അതാ ഞാൻ ക്രിസ്ത്യൻസ് എന്ന് പറഞ്ഞോ. കാരണം എനിക്കിപ്പോ ഹിന്ദുവിനെ കല്യാണം കഴിച്ചാലും മുസ്ലിംസിനെ കല്യാണം കഴിച്ചാലും വീട്ടിൽ വലിയ സീൻ ഉണ്ടാവില്ല. അത് ഞാൻ ക്രിസ്ത്യൻസിന്റെ പേര് പറഞ്ഞു. ഞാനിപ്പോ ഒരു ക്രിസ്ത്യൻസിനെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഫാമിലി ചിലപ്പോൾ ഒരു വിഷയം ഉണ്ടാവും. കാരണം അത് എല്ലാ കുടുംബത്തിലും ഉണ്ടാവും. നമ്മളിപ്പോൾ ഇന്റർകാസ്റ്റ് മാരേജ് കഴിച്ചു കഴിഞ്ഞാൽ കഴിക്കുന്ന സമയത്ത് ആർക്കായാലും ചെറിയൊരു പ്രശ്നം ഉണ്ടാവും. കാരണം അവരെ മതമായിട്ട് ഒത്തുചേരുമ്പോഴുള്ള ഇനി ഹിന്ദുവായിട്ട് ഇനിയിപ്പോൾ ക്രിസ്ത്യൻസിനെ കല്യാണം കഴിച്ചില്ലേ എന്നുള്ളൊരു സംസാരം മാത്രമേ ഉണ്ടാവും. അത് കുറച്ച് കഴിഞ്ഞാൽ അങ്ങ് മാറും. പിന്നെ എൻ്റെ അച്ഛൻ്റെ അമ്മേൻ്റെ പ്രശ്നത്തിൽ പണ്ടുള്ളത് എനിക്ക് അറിഞ്ഞു കേട്ടോ. അപ്പൊ ഇവനും ആഗ്രഹം അങ്ങനെ ഒരു മുസ്ലിം കുട്ടീനെ വിവാഹം കഴിക്കണം എന്നാണ്. പക്ഷെ ബസ്സിൽ കയറുന്ന കുറെ കുട്ടികളെ ട്യൂൺ ചെയ്യാൻ നോക്കും. പക്ഷെ ഹിന്ദു ആണെന്ന് കേൾക്കുമ്പോൾക്ക് പെൺപിള്ളേര് തേച്ചിട്ട് പോകും. അതുകൊണ്ട് അങ്ങനെ മുസ്ലിം കുട്ടി സെറ്റ് ആവുന്നില്ല. ഹിന്ദു കുട്ടികൾ കുറെ ഉണ്ട് കേട്ടോ, ഞാൻ പറയില്ല. ഞാനത് പറഞ്ഞിട്ട് പിന്നെ ഇവന്റെ ലിസ്റ്റിലുള്ള പിന്നെ മറ്റേ വെൽക്കുണ്ടല്ലോ, ആര് കഴിഞ്ഞു, പൃഥ്വിരാജിനൊക്കെ അല്ലായിരുന്നു, ഷാരി, മേരി, രാജേശ്വരി ഒക്കെ ഉണ്ടല്ലോ. ഇവന്മാര് തമ്മ തല്ലുകൂടണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുട്ടികളുടെ പേരൊന്നും പറയുന്നില്ല. എല്ലാത്തിനും എനിക്കറിയാം കേട്ടോ. ഒരുവിധ ആൾക്കാരൊക്കെ ആയിട്ട് ഞാൻ കോണ്ടാക്ട് ഉണ്ട്. കണ്ടോ ഞാൻ പേര് പറയുന്ന പേടിയോണ്ടാണ്. ജെസി സൂപ്പർ, താങ്ക് യു. പിന്നെ ഒന്ന് വന്നത് രാഹുൽ, ഹായ് ജസ്ന, അടിപൊളിയായിട്ട് വരയ്ക്കുന്നുണ്ട്. നെക്സ്റ്റ് ഹായ് ജസ്, ഞാൻ അടിപൊളിയായിട്ട് വരയ്ക്കുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പോൾ കഴിഞ്ഞോ? എന്തുവാടേ ഇത് കുറച്ച് ഉള്ളല്ലോ. ഇടുകയാണെങ്കിൽ അങ്ങ് കുറച്ച് കൂടുതൽ അങ്ങ് ഇട്ടുവിടും, ഇല്ലെങ്കിൽ കുറച്ച് കുറവും. അപ്പോൾ ഏതായാലും ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ, കാര്യങ്ങളൊക്കെ. അപ്പം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഇവര് വിഷയം മാറ്റിയത് കണ്ടോ, എന്നെ പേടിയുണ്ട്. എന്നെ പേടിയുണ്ട്, പേടിയുണ്ട്, നല്ലോണം ഉണ്ട്. കാരണം ഞാൻ ഏതെങ്കിലും ഒന്നിന്റെ പേര് പറഞ്ഞു പോയാല് അതല്ല ഓപ്പോസിറ്റ് ഉള്ളതെന്ന് വെച്ചാൽ ഓളെ വിളിച്ച് ചോദിക്കും അതേതാണ്. അങ്ങനെ പിന്നെ അപ്പോൾ അങ്ങനെയാണ് സംഭവം. അപ്പോൾ ഇവൻ്റെ ലിസ്റ്റുകളൊക്കെ ഞാൻ അത് ഒരു ദിവസം ഇവനില്ലാത്തൊരു ദിവസം ഞാൻ ഫുൾ ലിസ്റ്റ് തരുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക്. എത്ര എണ്ണുണ്ട്, ഏതെണ്ണുണ്ട് ഒക്കെ പറഞ്ഞിരുന്നുണ്ട്, ഏതെന്നൊക്കെ റൂട്ടിൽ കയറുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നുണ്ട്. അപ്പം അങ്ങനെയാണ്. അപ്പോൾ എന്നും പറയും പോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, നെഗറ്റീവ് കമന്റ്, പോസിറ്റീവ് ഞാൻ ഇന്ന് ഇവൻ്റെ അടുത്ത് പറഞ്ഞൊരു സംഭവം എന്താണെന്നറിയോ, എടോ നമുക്ക് നല്ല പോസിറ്റീവ് വരുന്നത് തുടങ്ങിയിട്ടുണ്ടല്ലോ. എനിക്ക് ഒരാളോട് വാശി തോന്നിയാൽ ആ വാശി തന്നെയാണ് കേട്ടോ. ഷെഫീന ബീബി ഒരിക്കൽ ഒരു വീഡിയോൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്, അതായത് 3998 നെഗറ്റീവ് ഉണ്ടായിട്ടും 2 പോസിറ്റീവിന് വേണ്ടിയിട്ട് അവർ വീഡിയോ ചെയ്യുന്നുണ്ട്. 2 ആൾക്കാർക്ക് വേണ്ടി, അതായത് 3998 ആൾക്കാരും എന്നെ കുറ്റം പറയുന്നവരാണ്. എന്നിട്ട് ഇങ്ങനെ 2 പേർക്ക് വേണ്ടി വീഡിയോ ചെയ്യുന്നവളാണ് ഉള്ളത്. 2 പേർക്ക് വേണ്ടി വീഡിയോ ഉണ്ട്, ഒരുമ്പോൾ കാത്തുക്കൂലേ. ഒരു സിനിമയിൽ എന്തോ ഡയലോഗ് ഉണ്ട്, എനിക്ക് ഓർമ്മയില്ല. ആ 2 പേര് മതി നമുക്ക് ആത്മധൈര്യം തരുന്ന ഒരൊറ്റ മനുഷ്യൻ മതി എന്ന് പറയലില്ലേ. ഈ സ്നേഹിക്കുന്ന ആൾക്കാർക്കൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടായിട്ട് ഒരൊറ്റ മനുഷ്യരുണ്ട്. പലരും പല സ്ഥാനത്തെത്തിപ്പോയിട്ടുണ്ട്. എന്നെ ഇവിടം വരെ എത്തിച്ചത് സലീം എന്ന് പറയുന്ന ഒരൊറ്റ മനുഷ്യനാണ്.
മനുഷ്യനാണ്. അല്ലാതെ ഈ സമൂഹം ഒന്നടങ്കല്ല. ആദ്യം തൊട്ടേ എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടായപ്പം തളരരുത് എന്ന് താങ്ങായിട്ട് പിടിച്ചു നിന്നത് ആ ഒരു മനുഷ്യനാണ്. അപ്പം അങ്ങനത്തെ ഒരു മനുഷ്യൻ മതി നമുക്ക് നമ്മുടെ ജീവിതം വഴിതെറ്റി പോവാതെ അല്ലെ വഴിവിട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനത്തെ ഒരു മനുഷ്യൻ മാത്രം മതി നമ്മുടെ കൂടെ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നെഗറ്റീവിനെക്കാട്ടിലും കൂടുതൽ പോസിറ്റീവായിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പോസിറ്റീവ് കേൾക്കാൻ ചിലപ്പോൾ ആർക്കും താല്പര്യം ഉണ്ടാവില്ല. കാര്യം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, എന്നെ കാണുമ്പോൾ എല്ലാവരും പറയൽ കമൻറ്റ് കണ്ടു എന്ന് പറയുന്ന പോലെ എന്താ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. നമ്മളെ വിളിക്കുന്ന തെറിയും തോന്നിവാസമൊക്കെ കണ്ടു എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാവും. അപ്പം നിങ്ങളിങ്ങനെ പോസിറ്റീവായിട്ട് ഇടരുത് എന്നുള്ള ഞങ്ങൾക്ക് വിരോധം ഉണ്ടായിട്ടൊന്നുമല്ല കേട്ടോ, സന്തോഷം മാത്രമേ ഉള്ളൂ. ഞങ്ങളെ കണ്ടന്റ് കളയരുത് എന്ന് വിചാരിച്ചിട്ട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സപ്പോർട്ട് ചെയ്യുന്ന ഓരോ മനുഷ്യരോടും സപ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്നത് നമ്മളെ ഇഷ്ടപ്പെട്ട് തുടങ്ങുക എന്നുള്ളതാണ്, നമ്മുടെ ഫാമിലിയിലേക്ക് കൂട്ടുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരോടും നന്ദി പറയുന്നു. പിന്നെ കമൻറ്റ് ട്രോളികളെ ചാച്ചി ഇന്നും തട്ടമിട്ടില്ല. ഒന്നുമില്ല ഗൈസ്, ജസ്റ്റ് ഇപ്പം എഴുന്നേറ്റതേ ഉള്ളൂ. ഇന്നലത്തെ പിന്നെ പോയി വന്നതിൻ്റെ ഭയങ്കര ക്ഷീണവും കാര്യങ്ങളൊക്കെ ആണ്. എഴുന്നേറ്റ് കുളിച്ചപാടൊക്കെ വന്നത്. അപ്പം കുളിച്ചപാടൊക്കെ തലേ തട്ടിട്ടാൽ പിന്നെ ഭയങ്കര സ്മെല്ലായിരിക്കും, അതുകൊണ്ടാണ്. പിന്നെ വേറൊരു പ്രത്യേക കാര്യം കൂടിയുണ്ട്. ഞാനത് ഒരു വീഡിയോ ആയിട്ട് തന്നെ പബ്ലിഷ് ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. ഇനി ഞാൻ ഗുരുവായൂരേക്ക് പോവുകയാണെങ്കിൽ തട്ടമിട്ടിട്ട് പോവില്ല. ഇനി കൃഷ്ണനെ എവിടെയെങ്കിലും കൊടുക്കുകയാണെങ്കിലും തട്ടമിട്ടിട്ട് കൊടുക്കില്ല. ആ ഒരു എന്നുവെച്ചാൽ അല്ലാതെ ചെറിയ ആൾക്കാർക്കൊക്കെ കൊടുക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇട്ട് പോകും. പുറത്തിറങ്ങുമ്പം തട്ടിട്ട് ശീലിച്ചു പോയതാണ്. അത് വാപ്പ പഠിപ്പിച്ച ശീലമാണ്. ഞാൻ ചെറുതിലേ തൊട്ടിട്ട് വീട്ടിൽ നിന്ന് അങ്ങനെ തട്ടിടുന്നൊരു വ്യക്തി അല്ലായിരുന്നു കേട്ടോ. കാര്യം എന്താ വെച്ചാൽ ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ സ്ട്രിക്റ്റ് അല്ല ഞങ്ങളുടെ വാപ്പാക്ക് ഞങ്ങൾ വീട്ടിൽ തട്ടിട്ടിട്ടില്ലെങ്കിലൊന്നും ഒരു വിരോധവും ഇല്ല. പക്ഷേ പുറത്തിറങ്ങുമ്പോൾ മസ്റ്റായിട്ട് തട്ടിട്ടോളണം എന്നുള്ളൊരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. അത് ഇപ്പോഴും ഫോളോ ചെയ്ത് പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പം നിങ്ങൾ വിചാരിക്കും വിശ്വാസം കൊണ്ടൊന്നല്ല വീട്ടിൽ തട്ട തലയിലിടുന്നത്. എനിക്ക് തട്ടം തലയിലിട്ട് മതസ്ഥർ അല്ല അന്യ ആണുങ്ങൾ എൻ്റെ തല കാണുക എന്നുള്ള പേടിയാണെങ്കിൽ മുടി പോലും അയച്ചിടരുത് ഈ കൊണ പറയുന്ന ആൾക്കാർ കേട്ടോ. അപ്പം വീഡിയോ ഒന്ന് വൈൻഡപ്പ് ചെയ്യാം. അപ്പം ഞങ്ങൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. പിന്നെ നെക്സ്റ്റ് ഒരു വീഡിയോ ഉണ്ട്, അത് നമ്മുടെ ചപ്പീന ബീബിക്ക് മാത്രമുള്ളതാണ്. ഈ വീഡിയോ കാണുന്ന ആൾക്കാർ അതും ഒന്ന് ശ്രദ്ധിച്ച് നോട്ട് ചെയ്ത് കാണണം. ചപ്പീന ബീബിക്ക് ഒരു മറുപടി കൊടുക്കാനുണ്ട്, അത് നിങ്ങൾക്കൂടി ഒന്ന് കേൾക്കാം. അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പം നന്ദി, നമസ്കാരം, ടാറ്റാ.